എനിക്ക് അജുവിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അജുവിന്റെ ഇപ്പൊ കുറെ സിനിമകൾ അഭിനയിച്ചല്ലോ, കുറെ ക്യാരക്ടേഴ്സ് ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നിട്ട് അതേ ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ മനസ്സിൽ പ്രാർത്ഥിക്കാറ്? ക്യാരക്ടർ വൈസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള വേഷങ്ങളുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് കോമഡിക്ക് ആയിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ചെയ്യിപ്പിച്ച ഫാക്ടേഴ്സ് ഫേവറബിൾ ആയിരുന്നെങ്കിൽ ആണ് സംഭവിച്ചത്. ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ ഒന്ന് ശരീരം സെയിം ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആളല്ല ഞാൻ. 6 മാസത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ 6 മാസത്തിൽ തിരിച്ച് ചുരുങ്ങും. സോ അതിനൊരു പാറ്റേൺ ഉള്ള ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സപ്പോസ് അതിന്റെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നില്ല നീതി പുലർത്താൻ പറ്റും. അതുകൊണ്ട് വരല്ലേ. അതെ 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 അതെ. ഷംനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇനി ഒന്നും കൂടി അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരണം, വേറൊരു ഗെറ്റപ്പിൽ, ഇപ്പൊ ദൃശ്യമൊക്കെ വന്ന പോലെ? ഇപ്പൊ 3 Roses എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് OTTക്ക് വേണ്ടിയിട്ട്. സോ സീസൺ 2 തുടങ്ങുകയാണെങ്കിൽ അതെന്റെ ഒരു ഭയങ്കര സീരീസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വാട്ട് ഈസ് ഡിഫറൻസ്? സിനിമ പോലെ തന്നെയാണ്. എടുക്കുമ്പോൾ ഒരു നമ്മൾ 30 days 35 days സിനിമ തന്നെ, പക്ഷെ കുറച്ചും കൂടി ടൈറ്റ് സ്കെഡ്യൂൾ ആയിരിക്കും. സീരീസ് ആകുമ്പോൾ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. സിനിമ പോലെ തന്നെയാണ്. ഇപ്പൊ സീരീസ് ആണല്ലോ അടുത്ത എല്ലാം ട്രെൻഡ്. ഇനി മുതലെല്ലാം ട്രെൻഡ്. ഇടയ്ക്കൊക്കെ ഞങ്ങളെ കൂടി ഒരു തെലുങ്കിലൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ കുട്ടിയല്ലേ? തെലുങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഓഫർ വന്നാൽ ചെയ്യൂ? ഇല്ല, എത്ര കാശില്ല വെച്ചിട്ട് സിനിമ. അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഞാൻ വന്നുപാട് അതാണ് ഞാനത് ചോദിച്ചില്ല. നയൻതാരെ വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തല്ലോ, ഇത് കൂടെ അഭിനയിക്കുന്നത് വേറെ, അതൊക്കെ വേറെ. പക്ഷെ ഒരു പ്രൊഡ്യൂസറായിട്ട് നയൻതാര അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. കാര്യം ഞാൻ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിച്ചില്ല. ആക്ച്വലി നമ്മൾ എന്ത് പോയി ചോദിക്കാനാ? ഒരു ദിവസം ഞാൻ ചോദിച്ചു ഭക്ഷണം വേണോ, ഞാൻ ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാറ്, ഇങ്ങനെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യുന്ന രീതിക്ക് ചോദിച്ചു. അല്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ. ഇല്ല എന്താ അറിയോ, ഞാൻ അതില് നടൻ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നെ കൊണ്ട് വിശേഷം പിന്നെയും ചോദിക്കാം. ഈ അറ്റ് ദ സെയിം ടൈം മറ്റു ജോലികൾ വരുമ്പോൾ ഫോക്കസ് നായികയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തതും. ആൻഡ് ഈ പ്രൊഡ്യൂസർ ആകുമ്പോൾ, അതായത് ആദ്യം മുതൽ ഒരു സിനിമയുടെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലൊക്കെ അജു വളരെ സജീവമായി, അതായത് മ്യൂസിക് കമ്പോസിംഗിലാണ്, ലൊക്കേഷൻ കമ്പോസിംഗിൽ ഇരുന്നിട്ടില്ല. ഷാനിക്കയുടെ ഒരു ഏരിയ ആണത്. പക്ഷെ ഡെഫിനറ്റ്ലി പാട്ട് കിട്ടണമല്ലോ ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് അദ്ദേഹം സമയത്ത് തന്നതുകൊണ്ട് നമ്മൾ ഹവായിട്ടാ കുടുക്ക് പാട്ട് ഷൂട്ട് ചെയ്ത്. അതായിട്ടാ കുടുക്ക് ഷൂട്ട് ചെയ്ത്. എന്നിട്ട് നമ്മൾ റിലീസിന് 2 ആഴ്ച മുമ്പാണ് ഷാനിക്കയും വിനീതും കൂടെ കുടുക്ക് പാട്ട് ഉണ്ടാക്കി തരുന്നത്. ഹവയുടെ റീമേക്ക് എന്താണ് നമ്മളെ റൈറ്റ്സ് ഭയങ്കര കാശാണ്. അപ്പം അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്തു തന്ന പാട്ടാണ് റിലീസിന് 2 ആഴ്ച മുന്നേ. അതാണ് കുടുക്ക്. ഓക്കെ, സോ പ്രൊഡ്യൂസർ ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നന്നായി പോകുന്നു. ഇനി നമുക്ക് തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതിൽ എന്നെ നായികയായിട്ട് അഭിനയിക്കാൻ പറ്റും നോക്കട്ടെ. എന്നെയും വിളിക്കണം. തെലുങ്കിൽ പ്രൊഡ്യൂസ് അത് ഞാൻ പറയണ കേക്ക്. തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നെ നായികയായിട്ട് വിളിക്കണം, ഷംനേനെ വിളിക്കണം. കേട്ടോ? അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ തീരുമാനിച്ചുകൊണ്ട് ആ സിനിമ വേഗം നടക്കും. കാരണം ഞങ്ങൾ 2 പെൺകുട്ടികളുടെ മനസ്സിൽ എനിക്ക് അവിടെ അഭിനയിക്കാൻ അവസരം മതി. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതി ചേട്ടൻ. ഡുവൽ റോൾ ആണ്. ഞാനും സ്വാസികയും പണ്ടൊക്കെ കാവ്യയും മീരൊക്കെ അഭിനയിച്ചതുപോലെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതെ.